രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നാളെ മുതല് നിത്യമോളെ നോക്കാനൊരു ഹോം നഴ്സ് വരുന്നുണ്ട് കേട്ടോ. അമ്മയും മുത്തശ്ശിയും ശരത്തും കൂടെ നിർബന്ധിച്ചപ്പോ അച്ഛൻ നിവർത്തികേട് കൊണ്ട് സമ്മതിച്ചു പോയതാ. വരട്ടെ അല്ലേ? ആര് വന്നാലും ദേവിയടുത്തിന്റെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടാവും കേട്ടോ. എന്തായാലും ഒരാശ്വാസമുണ്ട്, ശരത്തല്ല ഹോം നഴ്സിനെ കൊണ്ടുവരുന്നത്. അവനായിരുന്നെങ്കിൽ അവന്റെ ഏതെങ്കിലും ശിങ്കടി കൊണ്ടുവന്നേനെ. ഇതിപ്പോ നമ്മുടെ അച്ഛനല്ലേ കൊണ്ടുവരുന്നത്, അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ഇനിയിപ്പോ ഏത് തരക്കാരിയാണ് വരുന്നതെന്നൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ നമുക്കറിയാൻ പറ്റൂ. മോള് സങ്കടപ്പെടണ്ട. ഏത് ഹോം നഴ്സ് വന്നാലും നിത്യമോളുമായിട്ട് അവരൊന്ന് ഇണങ്ങുന്നത് വരെ ഞാൻ ഈ റൂമിൽ തന്നെ തുടർന്നോളാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്കൊന്നും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഓ, പക്ഷെ ഞാനൊന്നും കാര്യമാക്കുന്നില്ല. എത്രയും പെട്ടെന്ന് എന്റെ മോളെ എണീക്കണം, സംസാരിക്കണം. അത് മാത്രം ഈ ദേവികയുടെ ആഗ്രഹം. ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ഈ കുത്തുവാക്കുകളൊക്കെ സഹിച്ച് ഞാനിവിടെ തുടരുന്നത്. അത് കഴിഞ്ഞ ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങും. എന്നെ നീക്കുവാൻ. ഞാൻ കരുതി നിത്യമോള് മയക്കുമായിരിക്കുന്നു. അല്ല അച്ഛാ, ഞാനിങ്ങനെ നിത്യമോളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എടീ മോളെ, ദേവികടുത്ത് പറയുന്നതൊക്കെ എൻ്റെ മോക്ക് മനസ്സിലാവുന്നുണ്ടോ? എടീന്ന് വിളിക്കുന്നത് പണ്ടേ ദേഷ്യം. ഇപ്പൊ ദേഷ്യം വന്നാലും അച്ഛനോട് വഴക്കിടാൻ പറ്റത്തില്ലല്ലോ, അല്ലേ മോളെ? അച്ഛാ, വെറുതെ ഓരോന്ന് പറഞ്ഞ് നിത്യമോളെ സങ്കടപ്പെടുത്താതെ. ദേവികേ, എന്താ അമ്മേ? ദേവിക പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓ, പാർവതിയുടെ ഒരു മഹാമനസ്കത. ദേവിക മോള് കഴിച്ചിട്ട് വരുന്നത് വരെ ഇവിടെ ഇരുന്നോളാന്ന്. ഇത് പറയാൻ നിനക്ക് നാണം ഉണ്ടോ പാർവതി? സത്യത്തിൽ ദേവിക മോളല്ല, നീയാ നിത്യമോടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അതൊട്ട് ചെയ്യുന്നുമില്ല, എന്നിട്ട് നന്ദി കേട്ട വർത്തമാനോ. ഇനി ആരും അങ്ങനെ നിത്യയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. അതിന് നാളെ മുതൽ ഹോം നഴ്സ് വരുന്നുണ്ടല്ലോ. നാളെ മുതല് നിത്യയുടെ കാര്യങ്ങൾ അവര് നോക്കിക്കോളും. ദേവിക സ്വന്തം കാര്യം നോക്കി ദേവികയുടെ മുറിയിലിരുന്നാ മതി. ആദ്യം ഹോം നഴ്സും ഫയർഫോഴ്സും ഒക്കെ വരട്ടെ. എന്ത് വേണമെന്ന് ഞാൻ ദേവിക മോളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല മനോഹരേട്ടാ, നിത്യയ്ക്ക് കൂട്ടായിട്ടല്ലേ ഹോം നഴ്സ് വരുന്നത്? ഈ കിടക്കുന്നത് നിന്റെ സ്വന്തം മോളല്ലേ? മോക്ക് കൂട്ടായിട്ട് ഒരു ദിവസമെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അച്ഛാ, ഒരു വഴക്ക് വേണ്ട. അതും നിത്യമോളുടെ മുന്നിൽ വെച്ച്.
ഹോം നഴ്സിനെ ശമ്പളം കൊടുത്ത് നിർത്തുന്നത് കൊണ്ടല്ലേ അമ്മ അങ്ങനെ പറഞ്ഞത്. ഈ ലോകത്ത് ആര് നോക്കിയാലും, എന്തിന് ഈ നിൽക്കുന്ന പാർവതി നോക്കിയാൽ പോലും മോള് നോക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ആരും നോക്കത്തില്ല എന്റെ നിത്യമോളെ. മനോഹരേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നേ? എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്. രക്തബന്ധത്തിന്റെയും കടപ്പാടിന്റെയും പേരിലല്ലാതെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അയാളുടെ സമയവും ജീവിതവും മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും വലിയ ബന്ധം. ആദ്യം നീ അത് മനസ്സിലാക്കും. അല്ല മോളെ, മോടെ അമ്മയോട് അച്ഛൻ ഇത്രയെങ്കിലും പറയണ്ടേ? അല്ല, സിദ്ധു ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പോ എന്ത് പറയാനാ? ചന്ദ്ര ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇപ്പോ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അതിന്റെ അഭിപ്രായമാണ് ചോദിച്ചത്. അതിപ്പോ സാറൊരു സെക്യൂരിറ്റി സർവീസ് നടത്താൻ പോകുന്നതിന് ഞാനെന്ത് അഭിപ്രായം പറയാനാ? സാറോ? ഞാൻ അച്ഛനല്ലേ? ചന്ദ്രയുടെ അച്ഛൻ. ഞാൻ ഈ സിറ്റിയിൽ തന്നെ എന്റെ ഫണ്ട് പമ്പ് ചെയ്യുന്നത് ചന്ദ്രമോക്കും സിദ്ധാർത്ഥനും കൂടിയാ. എനിക്കൊരു ജോലിയുണ്ട് കോടതിയിൽ. എന്റെ മോക്കും കരിങ്കുടി കുപ്പായമാണ്. അത് വിട്. കണക്കില്ലാതെ കാശ് വരുന്ന മേഖലയാ ബിസിനസ്. സിദ്ധാർത്ഥൻ അതിലേക്ക് ഇറങ്ങണം. എനിക്ക് കണക്കില്ലാത്ത കാശൊന്നും വേണ്ട. ഓ, അതുകൊണ്ടാവും ഡോക്ടർ നിരഞ്ജൻ 50 ലക്ഷം കൊണ്ടുപോയതിൽ ഒരു വിഷമവും ഇല്ലാത്തത്. ചന്ദ്രയുടെ അച്ഛൻ അത് വിട്. 50 ലക്ഷമല്ല, 50 ലക്ഷം കോടി കൊടുത്താൽ പോലും കിട്ടാത്ത ജീവനും ജീവിതവുമാണ് നിരഞ്ജൻ സാറും ദേവികയും ചേർന്ന് തന്നത്. എന്റെ 1 രൂപ പോലും നിരഞ്ജൻ സാറിന് കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. ദേവികയ്ക്കും. ഓ, നന്മ മരങ്ങൾ. ഒരു പിശരം കാറ്റ് വന്നാൽ ഒടിഞ്ഞു വീഴാവുന്നതേ ഉള്ളൂ ഈ നന്മ മരങ്ങളൊക്കെ. കാറ്റ് പിടിക്കാത്ത മരങ്ങളുമുണ്ട്. അത് വിട്. ഉത്സവത്തിന് കൊടിയേറുന്ന അന്ന് തന്നെ കൊട്ടിക്കലാശത്തിന്റെ മേളപ്പെരുക്കത്തിന്റെ ഫ്രീക്വൻസി അളക്കണ്ടല്ലോ. ആ, അപ്പോ എന്റെ ബിസിനസിന്റെ അമരം പിടിക്കാൻ സിദ്ധു ഉണ്ടാവുമല്ലോ. ദേവിക, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹായ് ദേവിക. ആ